ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്ന വീഡിയോ പീസ് ലില്ലി ചെടിയെക്കുറിച്ചാണ് കേട്ടോ. ലില്ലി എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് ലില്ലി ചെടിയുടെ വർഗത്തിൽപ്പെട്ടതല്ല. ആന്തൂറിയം, ഫിലോഡെൻഡ്രോൺ ഒക്കെ ഇനത്തിൽപ്പെട്ട ചെടിയാണ് ഇത്. ഇതിൻ്റെ ഫാമിലി അരേസിയ ഫാമിലി. ഇതിൻ്റെ സയൻറ്റിഫിക് നെയ്യും സ്പാത്തിഫൈലോ എന്നാണ്. നമുക്കിത് വളർത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല, നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റും. അതുപോലെ ഇത് നിറയെ പൂക്കളുണ്ടാവുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ പൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൈറ്റ് കളറിലാണ് ഇതിൻ്റെ പൂക്കൾ. ഇതിൻ്റെ പൂവും ആന്തൂറിയത്തിൻ്റെ പൂവും തമ്മിൽ സാമ്യമുണ്ട്. കാരണം ആന്തൂറിയത്തിൻ്റെ പൂവുമ്മ ഒരു തിരിയുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ പൂവുമ്മയുണ്ട് അങ്ങനെ ഒരു തിരി. നമുക്കിത് കൂട്ടമായിട്ട് വളർത്താൻ പറ്റിയ ചെടിയാണ്. മാവിൻ്റെ താഴെയോ സൺഷെയ്ഡിൻ്റെ താഴെയോ ഒക്കെ നമുക്കിത് കൂട്ടമായിട്ട് വളർത്താം. ഇത് മാവിൻ്റെ താഴെ നമ്മൾ നിറയെ വളർത്തിയാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ തിരിയുമ്മ നിറയെ പൂവീച്ചകൾ വന്നിരിക്കും. അപ്പം മാവിൻ്റെ പൂവുണ്ടാവുന്ന സമയത്ത് അതിൻ്റെ പൂവുമ്മ മാവീച്ചകൾ വന്നിരിക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോവാണ്ട് ഈ പൂവുമ്മ വന്നിരിക്കുമ്പോൾ അങ്ങനെ നമുക്ക് മാവിനെ രക്ഷിക്കാൻ പറ്റും. ഇനിയും ഈ ചെടി നടുന്ന വിധം, ഇതിൻ്റെ തൈക്കൾ പറിച്ചാണ് ഈ ചെടി നടണത്. പക്ഷേ ഇതിൻ്റെ തണ്ടുകൾ നമുക്കധികം ഈ മുകളിൽ കാണാൻ പറ്റില്ല. ഇത് കണ്ട ഇലകളാണ് നമ്മൾ കാണണത്, തണ്ടുകൾ നമ്മൾ കാണണില്ല. ഇത് പൂർണ്ണ വളർച്ചയെത്തിയ ഈ പീസ് ലില്ലിയുടെ കടയ്ക്ക് നിറയെ തൈക്കൾ വരും. ആ തൈക്കൾ നമ്മൾ പറിച്ചെടുത്ത് വേണം നടാൻ. അങ്ങനെ നടുമ്പോൾ ആ പറിച്ചെടുത്ത സ്ഥലത്ത് ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് തേച്ച് കൊടുത്താൽ അത് ചീഞ്ഞു പോകാതിരിക്കും. ഇതിന് ഒരു 3 മീറ്ററോളം ഹൈറ്റ് വരും പീസ് ലില്ലി ചെടി. പക്ഷേ ഇതിൻ്റെ ഹൈബ്രിഡ് ഇനത്തിന് അത്രയും ഹൈറ്റ് വരില്ല. പീസ് ലില്ലിയുടെ ഇലകളൊക്കെ നല്ല ഗ്രീൻ കളറായിരിക്കും, നല്ല വലിപ്പമായിരിക്കും. ഹൈബ്രിഡ് ഇനമാണിത്. ഇതിൻ്റെ ഇലകളുടെ ഷേപ്പിനും വ്യത്യാസമുണ്ട്, ഇതുമ്പോൾ വെള്ള ഡിസൈനും ഉണ്ടാകും. ഇതിൻ്റെ നനയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഒരു ആഴ്ചയിൽ 3 ദിവസമൊക്കെ ഇത് നനച്ചാൽ മതി. പിന്നെ ഇത് നടുന്നത് പാതി വെയിലും പാതി തണലും ഉള്ള സ്ഥലത്ത് വേണം നടാൻ. വെയിൽ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇലകളെല്ലാം കരിയും. അതുകൊണ്ട് നമ്മൾ തണലുള്ള സ്ഥലത്ത് വേണം നടാൻ. നിറയെ പൂക്കളുണ്ടാവും. ഒരു 2 ആഴ്ചയോളം ഈ പൂക്കൾ നിൽക്കും. പീസ് ലില്ലി ചെടി ഒരു ഇൻഡോർ പ്ലാന്റ് ആട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇലകളിൽ കൂടെയാണ് നമുക്ക് ഓക്സിജൻ തരണത്. നിറയെ ഓക്സിജൻ തരുന്ന ചെടിയത്. അപ്പോൾ നമുക്ക് വീട്ടിൽ ഡൈനിങ് റൂമിലും ലിവിങ് റൂമിലും ബെഡ്റൂമിലൊക്കെ വെക്കാൻ പറ്റിയ ചെടിയായത്. അപ്പോൾ ഇതിൻ്റെ ഇലയമ എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാസത്തിലൊരിക്കൽ ഒരു നനഞ്ഞ തുണിയും കൊണ്ട് തുടച്ച് കൊടുക്കണം, നല്ലതാണ്. ഇതിൻ്റെ ഇലകളൊക്കെ നല്ല ഗ്രീൻ കളറായിരിക്കും. ഇത് നടാനുള്ള പോട്ടിംഗ് മിക്സ് ചകിരിച്ചോറും ചാണകപ്പൊടി, കുറച്ച് കുമ്മായവും എല്ലുപൊടിയും മണ്ണുമൊക്കെ മിക്സ് ചെയ്ത് വേണം നടാൻ. പിന്നെ ഇതിന് ധാരാളം വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് വെള്ളത്തിലും വളർത്താം പീസ് ലില്ലി. ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു 1 ഫിഷ് 1 പ്ലാന്റ് അക്വേറിയത്തിൻ്റെ. അതിൽ നമ്മൾ ഈ പീസ് ലില്ലി ചെടി വെക്കണം, നല്ലതാണ്. കാരണം 1 പ്ലാന്റ് 1 ഫിഷ് അക്വേറിയത്തിൽ സ്പൈറ്റർ ഫിഷാണ് ഇടണേ നമ്മൾ. അത് ഇതിൻ്റെ വേരുകൾ തിന്ന് നശിപ്പിക്കില്ല. അപ്പോൾ ആ ഗുണവും കൂടിയും ഈ ചെടിക്കുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പീസ് ലില്ലിനെ കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ആയിട്ട് വരാം.